my dear students. Welcome to Safia Future Academy Board Booster Series. നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് രണ്ട് ടോപ്പിക്കായിട്ടാണല്ലോ വരിക. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും ഒന്ന് ഡെഫിനിറ്റ് ഇന്റഗ്രലും. അപ്പൊ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ ടോപ്പിക്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പറഞ്ഞു. ഒരു 6 സ്പെഷ്യൽ ഇന്റഗ്രൽസ് പഠിച്ചു. ആ സ്പെഷ്യൽ ഇന്റഗ്രൽസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്തു. അതിനുശേഷം ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്, ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു ടോപ്പിക് കൂടെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. എന്നാൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. പറയുന്ന ഇത്രേ ഉള്ളൂ. ഇന്റഗ്രൽ ഓഫ് ദ ടൈപ്പ് e raised to x into f of x plus f dash of x. This integral is equal to e raised to x f of x. ഇതാണ് അതിന്റെ ആൻസർ. എന്താണ്? ഇന്റഗ്രൽ e raised to x into ബ്രാക്കറ്റിൽ രണ്ട് ടൈം, ഒന്ന് എഫ് ഓഫ് എക്സും ഒന്ന് അതിന്റെ ഡെറിവേറ്റീവ് ആയ എഫ് ഡാഷ് ഓഫ് എക്സും ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? e raised to x f of x എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ നമ്മളിവിടെ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ചില ക്വസ്റ്റ്യൻ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും തരിക. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം, ചെയ്തു നോക്കേണ്ട കാര്യമില്ല അല്ലെ? എന്തുകൊണ്ടാണ്? e raised to x into tan inverse x plus 1 by 1 plus x square. tan inverse x of f of x, അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ 1 by 1 plus x square. അപ്പൊ ചെയ്തു നോക്കാതെ ഒറ്റ നോട്ടത്തിന് ആൻസർ പറയാമല്ലോ. അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? നമുക്ക് e raised to x into tan inverse x അല്ലെ? അപ്പൊ e raised to x into f of x plus f dash of x എന്നാൽ അതിന്റെ ആൻസർ എന്താ പറയാ? നമ്മള് e raised to x into f of x എന്ന് ആൻസർ കൊടുക്കാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അതുപോലെ തന്നെ പറയാമല്ലോ. e raised to x into sin x plus cos x. sin x ന്റെ ഡെറിവേറ്റീവ് അല്ലേ cos x വരുന്നത്. അപ്പൊ അതും ഏത് ഫോമിലാണ് കിടക്കുന്നത്? e raised to x into f of x plus f dash of x. അപ്പൊ അതിന്റെ ആൻസർ എത്രയായിരിക്കും വരിക? നമുക്ക് e raised to x sin x. ഇതൊക്കെ ഒരു 1 മാർക്കിനുള്ളതുള്ളൂ കേട്ടോ. എന്നാൽ ചില ക്വസ്റ്റ്യൻ വരുമ്പോ e raised to x ന്റെ കൂടെ ഒരു ഫംഗ്ഷൻ, അത് ഈ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫോമിൽ ആയിരിക്കില്ല തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോമിൽ കൺവേർട്ട് ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസുകൾ വരും. ഇപ്പൊ നമ്മൾ പറയുന്ന രണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഇപ്പൊ ഇതെന്താ വന്നിരിക്കുന്നത് നോക്കിയേ. e raised to x ഉണ്ട്, ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ e raised to x കഴിഞ്ഞു കിടക്കുന്ന ടൈമിനെ ഒരു എഫ് ഓഫ് എക്സും ഒരു എഫ് ഡാഷ് ഓഫ് എക്സുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക. അതായത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഈ ന്യൂമറേറ്റർ കിടക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നേരെ മറ്റേത് എക്സ് സ്ക്വയർ മൈനസ് 1 ആയിരുന്നെങ്കിലോ അതിന് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ആക്കി നോക്കാം അല്ലെ? അപ്പോൾ എഴുതാം e raised to x into ഇത് എക്സ് സ്ക്വയർ മൈനസ് 1 ആക്കുക. ഈ മൈനസ് 1നെ ബാലൻസ് ചെയ്യാൻ ഒരു പ്ലസ് 1 ഇടുക. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും ടേം വരും. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഈ പ്ലസ് 1 നമ്മൾ ഇങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് e raised to x into ഇത് എക്സ് സ്ക്വയർ മൈനസ് 1നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ദിസ് ബിക്കംസ് e raised to x into ഈ ടൈം എടുക്കുക, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അവിടെ ഒരു എക്സ് മൈനസ് 1 ന്യൂമറേറ്റർ വരും. ഇതിൽ ഒരു ടൈം കട്ടായിട്ട് ഇവിടെ ഒരു എക്സ് പ്ലസ് 1 വരും. പ്ലസ് ഇത് എത്രയാ ബാക്കി? 2 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറും കിട്ടും. ഇത്രേ ഉള്ളൂ. നോക്കാം, ഇതിന്റെ ഡെറിവേറ്റീവ് ആണോ ഇത്? ആണെങ്കിൽ e raised to x into f of x ആൻസർ കൊടുക്കാമല്ലോ. അപ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1, എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏത് റൂൾ അനുസരിച്ചാണ് അതിന്റെ ഡെറിവേറ്റീവ് വരിക? കോഷ്യന്റ് റൂൾ അല്ലെ? എന്താ കോഷ്യന്റ് റൂള്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ അല്ലെ? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു derivative of the denominators again 1 divided by denominator square, that is x plus 1 minus x
പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. എക്സ് കട്ടായല്ലോ, അപ്പൊ ആൻസർ എത്ര വരും? 2 ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതല്ലേ ഇതായി കിടക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ ദിസ് വൺ ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വന്നു? നമുക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കും. അപ്പൊ ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഇ റൈസ് ടു എക്സ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് വന്നിരിക്കുന്ന ടേം ഒന്ന് എഫ് ഓഫ് എക്സും ഒന്ന് എഫ് ഡാഷ് ഓഫ് എക്സും ആയിട്ടായിരിക്കും തരിക. അത് എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫോമിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് എടുക്കണം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ കൺവേർട്ട് ചെയ്യണമല്ലോ. ഏതാണ്? ഇന്റഗ്രല് എക്സ് ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് കിടക്കുന്നുണ്ട്, ന്യൂമറേറ്ററും 1 പ്ലസ് എക്സ് വന്നാൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ നമുക്കത് 1 പ്ലസ് എക്സ് ആക്കാം. അതായത് ഒരു 1 ആഡ് ചെയ്യാം, ഒപ്പം ഒരു 1 മൈനസ് ചെയ്യാം. സോ ഇതിനെ എങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് മൈനസ് 1 ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും എന്ന് പറയും? 1 പ്ലസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 1 പ്ലസ് എക്സ് അങ്ങ് കട്ടായി. അപ്പോൾ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് 1 ബൈ 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നോക്കൂ, ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ കിടക്കുന്നത്? 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ ദ ആൻസർ ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അല്ല തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആ ഫോമിലേക്ക് ആക്കണം. ഇതിപ്പോ ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? നോക്കിയേ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പൊ അതിന്റെ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്ന് ആൻസർ കൊടുക്കുക. അത് ഡയറക്റ്റ് ക്വസ്റ്റൻ. എന്താണ് ഈ ക്വസ്റ്റൻ? നോക്കിയേ, ഇത് ഡയറക്റ്റ് അല്ല. അപ്പൊ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ഹാഫ് ആംഗിൾ ഫോർമുലയിലോട്ട് മാറ്റാം. എന്താണ് സൈൻ 2എക്സിന്റെ ഇക്വേഷൻ? 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ സൈൻ എക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? നമുക്ക് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 divided by what is 1 plus cos x? It is 2 cos square x by 2. ഓരോ ടൈം ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ 2 cos square x by 2 പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 ഉം 2 ഉം കട്ടായി, ഒരു കോസും കട്ടായി, ബാക്കി tan x by 2 വരും. ആണല്ലോ? ഇത് 1 ബൈ 2 cos square x by 2. ഇത് രണ്ടൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കട്ടായി പോയി, ഒരു കോസ് എക്സ് ബൈ 2 കട്ടായി, സൈൻ ബൈ കോസ് ടാൻ എക്സ് ബൈ 2 എന്ന് വരും. അതായത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇനി ടാൻ എക്സ് ബൈ 2 ആദ്യം എഴുതി പ്ലസ് 1 ബൈ 2 കോൺസ്റ്റന്റ് 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സീക് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ് ബൈ 2. അപ്പൊ ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ വന്നിരിക്കുന്നത്? നോക്കിയേ, ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? സീക് സ്ക്വയർ എക്സ്. അപ്പൊ ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് എത്രയാ? സീക് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആയ ഒരു 1 ബൈ 2 കൂടെ വരും. അപ്പൊ ഇത് വന്നില്ലേ? സോ ഈ ഫംഗ്ഷൻ എന്തായിട്ട് എടുത്തു നമ്മള്? എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി? എഫ് ഡാഷ് ഓഫ് എക്സ്. So the final answer is e raised to x into f of x. So e raised to x into എത്രയാണ്? tan x by 2 plus c എന്ന ആൻസർ കൊടുക്കാം. അപ്പൊ ഈ മെത്തേഡ് മനസ്സിലായല്ലോ? e raised to x into f of x plus f dash of x എന്ന് വന്നാൽ അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? e raised to x into f of x എന്ന് കൊടുക്കാം. ഇതിനെ ഈ പറഞ്ഞതുപോലെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പം ആ ഡിനോമിനേറ്റർ നോക്കിയിട്ട് ഏകദേശം അതിനനുസരിച്ച് ന്യൂമറേറ്റർ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ്. ന്യൂമറേറ്റർ അപ്പൊ നമ്മൾ എക്സ് മൈനസ് 1ന്റെ ടേമിലേക്ക് ആക്കുക. അതായത് എക്സ് മൈനസ് 1. ഈ -1 ബാലൻസ് ചെയ്യാൻ ഒരു +1 പിന്നെ ഒരു -3. അതായത് e raised to x into
എത്രയൊക്കെ ടേം വന്നെന്ന് പറഞ്ഞേ എക്സ് മൈനസ് 1 മൈനസ് 2 ഇത് ഒരുമിച്ച് എടുക്കാം ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് വരും. സോ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ്. ഇപ്പൊ നോക്കൂ, ഇത് 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഫോമാ. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ? 1 ബൈ എക്സ് സ്ക്വയറിന് നമ്മൾ എക്സ് റൈസ് ടു മൈനസ് 2 എന്ന് കൊടുത്തു. എന്താണ് എക്സ് റൈസ് ടു മൈനസ് 2 ന്റെ ഡെറിവേറ്റീവ്? മൈനസ് 2 എക്സ് റൈസ് ടു മൈനസ് 3 അല്ലെങ്കിൽ മൈനസ് 2 ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടും. അത് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, എക്സിന് പകരം എക്സ് മൈനസ് 1. സോ ഇത് 1 ബൈ എക്സ് സ്ക്വയർ. 1 ബൈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് 2 ബൈ എക്സ് ക്യൂബ്. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ടും ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ടും എടുത്താൽ ആൻസർ എത്ര കിട്ടും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇതാണ് അതിന്റെ ഫോം. അപ്പൊ ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്നിരുന്നാലും നമുക്ക് പലതവണ ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ഒരു പോർഷനിലോട്ട് പോകുന്നതും. ആ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. അത് നമുക്ക് ഈ ഒരൊറ്റ പോർഷനെ പറയാനുള്ളൂ. നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ഏതൊക്കെയായിരുന്നു? റേറ്റ് മെഷേഴ്സ് പറഞ്ഞു, ടാൻജന്റ് ആൻഡ് നോർമല്, മാക്സിമ ആൻഡ് മിനിമ, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ അവിടെയുണ്ട്. എന്നാൽ ഇന്റഗ്രേഷൻ അത് നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനെ വരുന്നുള്ളൂ, ഏരിയ അണ്ടർ ദ കർവ്. അത് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയാൻ? നമ്മൾ സാധാരണ ചെയ്യുന്ന ഇന്റഗ്രേഷൻ തന്നെ അതിന്റെ ഒരു പർട്ടിക്കുലർ ബൗണ്ടറി, അതൊരു പർട്ടിക്കുലർ വാല്യൂവിനകത്ത്, ആ പർട്ടിക്കുലർ ഇന്റർവെല്ലിനകത്ത് അതിന്റെ വാല്യൂ വാല്യൂറ്റ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ ഇന്റഗ്രല് എഫ് ഓഫ് എക്സ് ഡി എക്സ് പറയുന്നതിന് പകരം ഇവിടെ ഒരു എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? നമ്മളുടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന പേര് വിളിക്കുന്നത്. ഇനി എങ്ങനെയാ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ബി, ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇന്റഗ്രൽ എന്താണോ അത് ഇന്റഗ്രേഷൻ ചെയ്ത് കോൺസ്റ്റന്റ് ഓഫ് ആ സി കൊടുക്കാതെ ആ ഇന്റഗ്രേഷൻ ആദ്യം ഏത് വാല്യൂ കൊടുക്കുക? നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് ഏത് വാല്യൂ കൊടുത്താൽ മതി? നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം നമ്മുടെ അടുത്ത ഒരു ചാപ്റ്ററിനകത്ത് ഏരിയ അണ്ടർ ദ കർവിന്റെ ഒരു ചാപ്റ്ററിനകത്ത് കംപ്ലീറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇതുപോലെ ഒരു എക്സ് വൈ ആക്സിസ് പറഞ്ഞിട്ട് അതിനകത്ത് y is equal to f of x എന്ന് പറഞ്ഞൊരു കർവ്, y is equal to f of x എന്ന് പറഞ്ഞ കർവ്, ഇവിടെ ഒരു ലൈൻ x is equal to a, ഇങ്ങനെ ഒരു ലൈൻ x is equal to b. അപ്പൊ ഏരിയ അണ്ടർ ദ കർവ് y is equal to f of x in between x axis and x is equal to a and x is equal to b. ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ആണ് നമ്മൾ ഇന്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു എഴുതുന്നത്. ഇന്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു എഴുതുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ പറയാനുള്ളത്. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്തുമാത്രമേ ഉള്ളൂ? നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യുക, ഈ ഇന്റഗ്രേഷന് ശേഷം എന്ത് ചെയ്താൽ മതി? അതിന്റെ ലിമിറ്റ് വാല്യൂ കൂടെ കൊടുക്കുക. അതിനകത്ത് അതിന്റെ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് ഇത്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് കൊടുക്കുന്നു 2 to 3 കൊടുത്തു. ഇവിടെ 1/3 കോൺസ്റ്റന്റ് ആദ്യം മാറ്റി, എക്സിന് 3 കൊടുത്താൽ 3 ക്യൂബ് മൈനസ് 3 സ്ക്വയർ, സോ 2 ക്യൂബ്. വാല്യൂ കൊടുക്കാൻ ഒന്നുകൂടെ 1/3. 3യുടെ ക്യൂബ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 27 കിട്ടും. അടുത്ത 2ന്റെ ക്യൂബ് ആണെങ്കിലോ
8. അപ്പൊ സാധാരണ ഇന്റഗ്രേഷൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ചില്ലേ, ഇന്റഗ്രേഷന്റെ ബൈപാസ് റൂൾ പഠിച്ചില്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോ അത് ഏത് റൂൾ എന്നൊന്നും പറയില്ല. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ അതിനൊരു അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് വാല്യൂ കൂടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ സാധാരണ ഇന്റഗ്രേഷൻ തന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ റൂൾസ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആ ഇന്റഗ്രേഷൻ റൂള് നമ്മൾ ചെയ്ത് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് എന്ത് ചെയ്യണമെന്നില്ല, അവിടെ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ കൊടുക്കണില്ല. അവിടെ പ്ലസ് സി ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അത് വേണ്ട. അതില്ലാതെ ഇന്റഗ്രേഷൻ ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമ്മളെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഒക്കെ അത് ചെയ്ത് ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 to 2 ഇന്റഗ്രൽ ഇല്ലാണ്ട് വായിച്ചു നോക്കിയേ. 1 to 2 ഇന്റഗ്രൽ ഇല്ലാതെ വായിച്ചാൽ എങ്ങനെ വരുന്നത്? എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പാർഷ്യൽ ഫ്രാക്ഷന്റെ മെത്തേഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഇന്റഗ്രേഷന്റെ ഈ 1 to 2 ഇല്ല. അപ്പൊ ഇത് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എങ്ങനെയായിരുന്നു പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. എങ്ങനെയാ? എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ കൊടുത്തു. ഈ ടേം നേരെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1. ഇനി ഇവിടെ എക്സിൽ നമ്മൾ ഓരോരോ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഏതൊക്കെ വാല്യൂ കൊടുക്കാം? ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സിന് -1 കൊടുത്തു. അപ്പൊ -1 ഇസ് ഈക്വൽ ടു -1 പ്ലസ് 2. സോ 1 ഇത് 0. സോ വി ഗെറ്റ് a is equal to 1. Then again put x is equal to -2. We get -2 equal to വാല്യൂ കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം കേട്ടോ. -2 equal to ഇത് ക്യാൻസൽ ആയി -2 plus 1 that is -1. So it is minus b or b equal to 2. എയും ബിയും കിട്ടി. അപ്പൊ ആ വാല്യൂ എങ്ങനെ വന്നു നമുക്ക് നോക്കാമല്ലോ. -1 by x plus 1 plus 2 by x plus 2. ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി പാർഷ്യൽ ഫ്രാക്ഷനിൽ പറഞ്ഞതാണ്. -1 കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. 1 by x plus 1 ഇന്റഗ്രൽ എത്രയാണ്? ലോഗ് മോഡുലസ് x plus 1 plus 2 ലോഗ് മോഡുലസ് x plus 2. ഇത്രയും വരെയാണ് നമ്മൾ എവിടെ ചെയ്തിരിക്കുന്നത്? ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഓൾറെഡി ചെയ്തത്. ഇനി ഇവിടെ നമ്മുടെ ലിമിറ്റ് വാല്യൂ കൂടെ കൊടുക്കണം. ലിമിറ്റ് വാല്യൂ എവിടെ തൊട്ട് 1 തൊട്ട് 2 വരെ. ആദ്യം ഏത് ലിമിറ്റാ കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ആൻസർ മൈനസ് ലോഗ് 2 കൊടുക്കുന്നു. അപ്പൊ 2 plus 1 3 plus 2 ലോഗ് 4. ഇത്രയും ആണ് അപ്പർ ലിമിറ്റിന്റെ വാല്യൂ. മൈനസ് ഇട്ടിട്ട് ലോവർ ലിമിറ്റ് ആയ 1 കൊടുക്കാം. അപ്പൊ എത്ര വരും ഇവിടെ? മൈനസ് ലോഗ് 1 plus 1 ലോഗ് 2 പ്ലസ് 2 ലോഗ് 3. എക്സിന് 1 കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. സോ ഇറ്റ് ഈസ് മൈനസ് ലോഗ് 3. ഈ 4നെ നമുക്ക് 2 സ്ക്വയറിന് എഴുതാമല്ലോ. അപ്പൊ ആ 2 സ്ക്വയറിന് ഒരു 2 കൂടി ഇവിടെ വരും. അപ്പൊ ഇത് 4 ലോഗ് 2 ആകും. ഈ മൈനസ് ഇവിടെ വരുമ്പോ ഇത് പ്ലസ് ലോഗ് 2 ആകും. ഇവിടെ -2 ലോഗ് 3 വരും. ഇനി അതിനകത്ത് ലോഗ് 2ന്റെ ടൈം ഒരുമിച്ചാക്കുക, ലോഗ് 3യുടെ ടൈം ഒരുമിച്ചാക്കുക. ലോഗ് 2 എത്ര വരും എന്ന് പറഞ്ഞേ? 4 ലോഗ് 2 ഈ ലോഗ് 2 കൂടെ എടുക്കുമ്പോൾ 5 ലോഗ് 2 മൈനസ് ലോഗ് 3യും -2 ലോഗ് 3. അപ്പൊ -3 ലോഗ് 3 എന്ന് കിട്ടി. ലോഗാണ്. വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ ലോഗിന്റെ റൂൾ അനുസരിച്ച് എങ്ങനെ കൊടുക്കാം? അതിനെ ലോഗ് 2⁵ മൈനസ് ലോഗ് 3⁵3. 2⁵ എടുക്കുമ്പോൾ അത് ലോഗ് 32 മൈനസ് ലോഗ് 27. log a minus log b is log a by b. So this one is log 32 by 27 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന പേര് വിളിക്കുന്നത്. ഇതൊക്കെ 1 മാർക്കിലേക്ക് ചെറിയ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. പ്രോപ്പർട്ടീസ് വെച്ചുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുക. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ ആദ്യം ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രേഷൻ ചെയ്ത് അപ്പൊ ഇവിടെ വരെ നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞതാ. ആ ഇന്റഗ്രേഷൻ ചെയ്തതിന് ശേഷം അതിനകത്ത് ഏത് വാല്യൂ കൊടുത്താൽ മതി? നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് ഏത് വാല്യൂ കൂടെ കൊടുക്കുക? ലോവർ ലിമിറ്റ് കൂടെ കൊടുക്കുക. 1/x. 1/x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആരാണ്? log x ആണ്.
സിമ്പിൾ ആണ്. log 2 to 3 ഏത് വാല്യൂ ആദ്യം കൊടുത്തു നമ്മള്? log 3 മൈനസ് log 2. സോ എത്ര കിട്ടി നമുക്ക്? log 3/2 log a മൈനസ് log b. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ലേ? ഇതിന്റെ ഇന്റഗ്രൽ എത്ര വരും? വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് 1/1 plus x square tan inverse x. ഇതൊക്കെ 1 മാർക്കിനുള്ള ക്വസ്റ്റൻ കേട്ടോ. tan inverse x ലിമിറ്റ് എത്രയാണ്? 0 to 1. സോ tan inverse 1 മൈനസ് tan inverse 0. tan inverse 1 tan inverse 1 വരുന്ന tan 1 വരുന്ന ഏത് വാല്യൂ ആ? pi/4 മൈനസ് 0. സോ ദ ആൻസർ ഈസ് pi/4. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പോയത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണെന്നും ആ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നോക്കുക എങ്ങനെയാണ്. നേരത്തെ ഒന്ന് ചെയ്ത് കാണിച്ചത് നമ്മള്. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? എങ്ങനെയാ? 2x/5x² + 1 എന്നും 3/5x² + 1 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടായിട്ട് ഒരു രണ്ട് ഇന്റഗ്രൽ ആയിട്ട് തന്നെ കൊടുക്കാം. ഇവിടെ ഡിനോമിനേറ്റർ 5x² + 1, അതിന്റെ ഡെറിവേറ്റീവ് എത്ര കിട്ടും? 5x² എന്ന് പറയുമ്പോൾ 10x വരും. അപ്പൊ ആ 10x മേളിൽ വന്നാൽ അതിന് log ഇട്ട് കൊടുക്കാം. അവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, അപ്പൊ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ ഇത് 10x ഡിവൈഡഡ് ബൈ 5x² + 1 എന്ന് വരും. പ്ലസ് ഇവിടെ ഒരു 3 കോൺസ്റ്റന്റ് ഔട്ട്സൈഡിൽ എടുത്താൽ ഇത് 5x² + 1 എന്ന് വരും. ഇത് 1/5. ഇതിന്റെ ഇന്റഗ്രൽ എത്ര വരിക? log മോഡുലസ് 5x² + 1. കാരണം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. ഇങ്ങനെ കൊടുക്കാം. ഇനി ഇവിടെ +3. ഇതിനെ നമ്മൾ എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാം? 1/a² + x² ഫോമില്. അതായത് ഒരു 5 ഔട്ട്സൈഡിലോട്ട് എടുക്കുക. അപ്പോൾ ഇത് 1/x² + 1/5 ആവും. അല്ലെങ്കിൽ ഇതിനെ 1/√5 സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഇത് ഇങ്ങനെ വന്നു. ഈ ടേം 3/5. ഇത് ഏതാ ഇക്വേഷൻ? ഇന്റഗ്രൽ 1/x² + a² ഈസ് 1/a tan inverse x/a എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഏത് ലിമിറ്റ് കൊടുത്താൽ മതി? നമ്മള് 0 to 1 എന്ന് പറയുന്ന ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ആ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രോസസ്സുകൾ ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ആ ഇന്റഗ്രേഷൻ ചെയ്തതിന് ശേഷം അതിനകത്ത് ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, എക്സിന് പകരം മൈനസ് ഇട്ടിട്ട് ഏത് വാല്യൂ കൊടുക്കുക? ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും. എന്നാൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ കൂടുതലായിട്ട് പ്രോബ്ലംസുകൾ നമുക്ക് ചെയ്യാൻ ആവശ്യം വരുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യണ്ട. പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇന്റഗ്രേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ വെച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷന്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നോക്കുക, എല്ലാ എക്സസൈസുകളും നോക്കുക. അതിനുശേഷം ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണ് എന്നൊന്ന് പഠിക്കുക. അതിന്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.